നമുക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുവശത്ത് ഒരു നന്മ ഇരിപ്പുണ്ട്. ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട്, ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുമുണ്ട്. നമുക്ക് നല്ലത് തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഓരോ വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ആ നെഗറ്റീവ് ഉൾക്കൊള്ളാൻ എടുത്ത സ്പേസ് മുഴുവനും നമുക്ക് പോസിറ്റീവ് നിറയ്ക്കാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവ് തന്നെ നമ്മൾ അതുകൊണ്ട് കുറ്റം പറയേണ്ടതില്ല. എനിക്കിനി ജീവിച്ചിരിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളും നമുക്കുണ്ടാകും. ധനത്തിന് വേണ്ടി മാത്രം ചിന്തിച്ചാല് ധനത്തോടൊപ്പം നമുക്ക് കിട്ടുന്നത് അവരുടെ കുറെ ദുരിതവും കൂടെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പേര് നടക്കാനായിട്ട് പാടില്ല. നമുക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുവശത്ത് ഒരു നന്മ, അപ്പൊ ആ നന്മയെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമായിരിക്കും. ആ ദൗത്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാകും. വിജയത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നെഗറ്റീവിലൂടെ ചിലപ്പോൾ നമ്മളെ കടത്തിക്കൊണ്ട് പോയിട്ടുള്ള ഒരു വിഷമഘട്ടങ്ങളിലൂടെ ഒക്കെ നമ്മളെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവുക. ജീവിതം എന്ന് പറയുന്നത് ആരുടെയും മുന്നിൽ അടിയറ വെക്കേണ്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. മാതാപിതാക്കൾക്ക് ആണ് നമ്മൾ ആദ്യം ഫോർഗീവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന്, വൈഫിന്, മക്കൾക്ക്. അതുകൂടാതെ അവനവന് തന്നെ ഫോർഗീവ് ചെയ്യണം. അവനവന് തന്നെ ക്ഷമ കൊടുക്കുകയും ക്ഷമ സ്വീകരിക്കുകയും നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ ഉന്നത ആത്മാവെന്ന് പറയുന്നത് നമ്മളെ നയിക്കുന്ന ഒരു ദൈവിക സങ്കല്പം ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ ദൈവിക സങ്കല്പത്തിനോട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സങ്കടപ്പെട്ടും ദുഃഖപ്പെട്ടും വിരോധങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വിരോധവും വിദ്വേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കാം. കാരണം നമുക്ക് നല്ലത് തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഓരോ വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ, എന്നെ ഇങ്ങനെ അനുഭവിപ്പിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറയും എനിക്കിനി ജീവിച്ചിരിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളും നമുക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നമുക്ക് വരുന്ന സാഹചര്യങ്ങളെ എന്താണെന്ന് നമുക്ക് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ കൊണ്ടാണ്. നമുക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് അതിനുള്ള അറിവും ബോധവും ഇല്ല, അതിനുള്ള ആ ഒരു സ്റ്റാമിന ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കഴിവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തി ദൈവത്തെ ചിത്ത വിളിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. ചില കുടുംബത്തിനുള്ളിൽ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ഒരാളിന്റെ മാത്രമുള്ള കാര്യമല്ല, ഒരാളിന് മാത്രം കിട്ടുന്ന ഐശ്വര്യമല്ല കുടുംബത്തിൽ. ഒരാളിനൊരു നേട്ടം വരുമ്പോൾ ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയല്ല, നമ്മുടെ നേട്ടമാണെന്ന് വേണം കരുതാനായിട്ട്. അതായത് മക്കളുടെ സമയത്തിന്റെ നല്ലത് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും നല്ലത് വരാം, മക്കളുടെ അച്ഛൻ്റെ അമ്മയുടെയും അവരുടെ സമയം നല്ലത് കൊണ്ട് മക്കൾക്ക് നല്ലത് വരാം, ഹസ്ബൻഡിന്റെ സമയം കൊണ്ട് വൈഫിന് നല്ലത് വരാം, വൈഫിന്റെ സമയം കൊണ്ട് ഹസ്ബൻഡിന് നല്ലത് വരാം. ഇതൊരു കുടുംബം എന്ന് പറയുമ്പോൾ ഇത് എല്ലാവരുടെയും കൂടി ഒത്തുചേർന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന നന്മയും തിന്മയും നമ്മൾ സ്വയം പങ്കിട്ടെടുക്കുക. അതാണ് ഒരു കുടുംബത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടുന്നത്, കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഐക്യത്തോടെ മുന്നോട്ട് പോവുക. ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും അവരുടെ കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അവരത് ജീവിച്ച് തീർക്കാനുള്ളത് തന്നെയാണ്. അവരുടെ മക്കളോടൊപ്പം, അവരുടെ മാതാപിതാക്കളോടൊപ്പം, മാതാപിതാക്കൾ ബഹുമാനത്തോടെ അവരെ നോക്കിക്കൊണ്ട് അവര് വളർത്തി വിട്ടത് കൊണ്ടാണല്ലോ നമ്മളൊരു കുടുംബത്തിലേക്ക് എത്തിയത്. അപ്പൊ ആ കുടുംബം ആയപ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ആ ഒരു എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ കുടുംബത്തെ പിടിക്കാൻ തുടങ്ങി. അപ്പൊ കുടുംബം ആകുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും തന്നെയാണുള്ളത്. അപ്പൊ അത് ബഹുമാനപൂർവ്വം അവരെ കരുതുക. അതുകൂടാതെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെ അംഗീകരിച്ചും ബഹുമാനിച്ചും പിന്നെ ആ ഒരു നേട്ടങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം.
നന്ദി പറയാതെ മുന്നോട്ട് പോകും തോറും നമുക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. നന്ദി പറയുമ്പോൾ നമുക്ക് ബോധവികാസം കൂടും, നന്ദി പറയാതിരിക്കുമ്പോൾ ബോധവികാസം ചുരുങ്ങുമെന്നുള്ളതാണ്. അപ്പം ബോധവികാസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന ചെറിയ അറിവുകളായാലും കിട്ടുന്ന ചെറിയ നേട്ടങ്ങളായാലും നന്ദി പറയുക, ദൈവത്തോട് നന്ദി പറയുക, ആ സാഹചര്യം ഒരുക്കി തന്ന ആളിനോട് നന്ദി പറയുക. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും വീണ്ടും വരുന്ന അവസരങ്ങൾ വളരെ വലുതായിരിക്കും. ഒരുപാട് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരുപക്ഷെ ധനപരമായ നേട്ടം എന്നതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ധനപരമായ നേട്ടം മാത്രമേ നേട്ടമായിട്ട് മനുഷ്യൻ കണക്കാക്കുകയുള്ളൂ. സമ്പത്ത് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ധനം മാത്രമല്ല, അറിവ് സമ്പത്താണ്, അതുപോലെ വ്യക്തി ബന്ധങ്ങൾ സമ്പത്താണ്, സുഹൃത്ബന്ധങ്ങൾ, നല്ല സുഹൃത്ബന്ധങ്ങൾ സമ്പത്താണ്, സത്സംഗങ്ങൾ നല്ല സമ്പത്താണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങള്, നല്ല സ്നേഹമുള്ള കുടുംബ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു സമ്പത്താണ്. അപ്പൊ ഈ സമ്പത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് ആർക്കും കിട്ടത്തില്ല. ചിലപ്പോ ചില കാര്യങ്ങളായിരിക്കും തടസ്സങ്ങളായിട്ട് നമുക്ക് നിൽക്കുന്നത്. ആ തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തികളും ചെയ്യേണ്ടുന്നത്. ധനത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദൈവം നമുക്ക് നൽകിയ കുറേ സമ്മാനങ്ങൾ, അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് നൽകിയിട്ടുള്ള മനസ്സ്, ബുദ്ധി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, നമ്മുടെ അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മറന്നുപോവാണ്. മറന്നുപോയിക്കൊണ്ടാണ് നമ്മൾ ധനത്തിന് വേണ്ടിയിട്ടുള്ള പഴക്കം പാച്ചില്. നമുക്ക് ജീവിക്കാൻ ധനം വേണം, പക്ഷെ നമ്മൾ ശരിയായ റൂട്ടിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ധനം നമ്മളെ തേടി വരും. നമുക്ക് അങ്ങോട്ട് ധനത്തെ തേടി പോവേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പൊ ധനം മാത്രം എന്ന് ആശിച്ച ഒരു സമയം ഉണ്ടായിരുന്നു എനിക്കും. അന്നേരം ആ സമയത്ത് ഞാൻ ധനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു ഹീലിംഗ് കേസായിരിക്കും. ആ കേസിലൂടെ ആവശ്യത്തിനുള്ള ധനം നമുക്ക് കിട്ടും. പക്ഷെ അതിനപ്പുറം ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. ധനം എന്ന് ആശിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് മറ്റൊരാളിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ആ നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരുപാട് സ്പേസ് നമ്മളിൽ ഉണ്ടാവണം. ആ സ്പേസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈശ്വരൻ തരുന്ന കൃപയെ അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള സ്പേസ് നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് വന്നെത്തും. ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മളെ തന്നെ തയ്യാറാക്കുക. എല്ലാ ദിവസവും നമ്മളെ ശരീരം ശുദ്ധിയാക്കി സൂക്ഷിക്കുക, എക്സസൈസ് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ നമ്മളിലേക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതിന് ഈ എക്സസൈസ് കാരണമാകും. നല്ല രീതിയിൽ വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക, ചിന്തകൾ നല്ലതായിരിക്കുക, മനസ്സ് നല്ലതായിരിക്കുക, മറ്റൊരാളോടും അസൂയ തോന്നാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെ ആ നല്ല ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. നല്ല മനസ്സോടുകൂടി കിട്ടുന്ന സൗഭാഗ്യങ്ങളെ അംഗീകരിച്ച് ചെറിയ നേട്ടങ്ങളെ പോലും നമ്മളെ വിലമതിച്ച് കിടക്കുന്നതിന് മുന്നേ ഇന്ന് കിട്ടിയ ചെറിയ നേട്ടങ്ങൾ ഇന്നതൊക്കെയാണ്, ആ നേട്ടങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കുക. നമ്മളിലുള്ള കുറേ ശീലങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ ശീലങ്ങൾ നമ്മൾ കുറെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് കുറേ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വലിയ അവസരങ്ങൾ നമ്മളെ തേടി വരും. നമ്മളൊരാളിൽ നിന്ന് ധനം എന്നുള്ളത് ലക്ഷ്യം വെക്കാതെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു കൊടുക്കുക. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് നല്ലതും ചീത്തയുമായിട്ട് വരും. അപ്പം നല്ലതും ചീത്തയായിട്ട് വരുന്ന കാര്യങ്ങളെ മുഴുവൻ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചീത്തയായിട്ടുള്ള കാര്യങ്ങളെ ചീത്തയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളിൻ്റെ മുന്നിൽ യാചിച്ച് നിൽക്കാതെയുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട്, കൂടാതെ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നതും പ്രാവർത്തികമാക്കേണ്ടതും.
രാവിലെ ഉറക്കം എണീക്കുന്നത് മുതൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ചെയ്തത് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തിയിട്ട് അതിൽ തെറ്റായിട്ടുള്ളതിനെ എന്ത് ചെയ്യുക, കൈകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മായ്ച്ചു കളയുക. തെറ്റാണ് ഞാൻ ചെയ്ത മുഴുവൻ, ചെയ്തത് തെറ്റാണ്, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ്, ഞാൻ പറഞ്ഞതിനെ മുഴുവനും മായ്ച്ചു കളയുന്നു എന്ന് പറഞ്ഞ് മായ്ച്ചു കളയുക. എന്നിട്ട് അവിടെ ഒരു കറുത്ത ബോർഡ് സങ്കല്പിച്ചിട്ട് ആ കറുത്ത ബോർഡിൽ വെള്ള ചോക്ക് കൊണ്ട് നമ്മൾ ശരിയായിട്ട്, അപ്പൊ നമ്മളിപ്പോ ഒരാളിനെ കുറ്റപ്പെടുത്തിയതാണ്, അപ്പൊ മക്കളെ തന്നെ നമ്മൾ വഴക്ക് പറഞ്ഞതാണ്, നമുക്കറിയാം അവനത് ഇഷ്ടത്തോടെ ചെയ്തല്ല, അവന്റെ ആ ഒരു എന്തെങ്കിലും കാര്യം പഠിക്കാൻ തന്നെ മടിയായിട്ട് ഇരിക്കുന്നു എന്നിരിക്കട്ടെ, അപ്പൊ ആ സമയത്ത് നമ്മൾ അവനെ വഴക്ക് പറയുകയാണ്. ചിലപ്പോൾ ചില ആ സാഹചര്യത്തിൽ അവന് അന്നേരം കളിക്കണമെന്ന് തോന്നി അവൻ കളിക്കാൻ പോയി എന്ന് വെച്ചു, നമ്മൾ കുറ്റപ്പെടുത്തുന്നത് തെറ്റാണ്. എന്നാൽ അതേസമയം നമുക്ക് അവനോട് പറയാം, മോനെ നീ ഇത്ര സമയം പഠിച്ചാൽ നിനക്ക് ഇത്ര സമയം കളിക്കാനുള്ള സമയം ഞാൻ തരാം, നീ ഇപ്പോ ഈ പഠിക്കാനുള്ള ഇത്ര പോർഷൻ നീ പഠിച്ചു തീർക്ക്, എന്നിട്ട് നീ കളിക്കാൻ പറ്റൂ, എനിക്കത് സന്തോഷമേ ഉള്ളൂ, വേണമെങ്കിൽ കളിക്കാൻ ഞാനും കൂടെ കൂടാ നിന്നോട് എന്ന് പറയുമ്പോൾ അവനൊരു സന്തോഷമാവും. അപ്പൊ നമ്മൾ ആ രീതിയിലും അവനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവനൊരു സന്തോഷവും ആകും, അവിടെ വിരോധവും വരില്ല, അവന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നേരെയും സങ്കടം വരില്ല, ദേഷ്യം വരില്ല, നമുക്ക് അങ്ങോട്ടും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തില് എല്ലാ കാര്യങ്ങളും രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വേണ്ടാത്തതിനെ മായ്ച്ചു കളയാനും വേണം എന്നുള്ളത് എഴുതി ചേർക്കാനും നമുക്ക് പറ്റണം. അങ്ങനെ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ സ്വഭാവം വളരെയധികം മാറും. നമുക്ക് വേണമെന്നുള്ള കാര്യത്തെ യോജിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എല്ലാതും പിന്നെ നന്ദിപൂർവ്വം നല്ല കാര്യങ്ങൾ കുറച്ചേ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടായെന്ന് വരുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നല്ല കാര്യമായിട്ട് എടുക്കുന്നത്. പക്ഷെ ദൈവം തരുന്ന എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ്. അപ്പോൾ കാരണം ഒരു ദോഷം തരുന്നെങ്കിൽ അതിന്റെ പിന്നിലൊരു നന്മ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും. പക്ഷെ ആ ദോഷത്തെ നമ്മൾ അംഗീകരിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും ചില സമയത്ത്. പക്ഷെ അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന നന്മ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ വലുതായിരിക്കും. നമ്മൾ പക്ഷെ ആ ഒരു സാഹചര്യത്തെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വളരെ വലിയ ദോഷങ്ങൾ വീണ്ടും വീണ്ടും കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ദൈവമേ ഇങ്ങനൊരു അവസരം എനിക്ക് വന്നിരിക്കുകയാണ്, ഇതിനെ മറികടക്കാൻ എനിക്കൊരു മാർഗം തരണം എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് ആ മാർഗത്തിലേക്ക് നമ്മളെ ദൈവം നയിക്കും. അപ്പൊ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സ്വയം ശപിക്കുന്ന സ്വഭാവം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. എനിക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ, എനിക്കിങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയല്ലോ, എനിക്ക് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, മകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, അമ്മ ഇങ്ങനെ ആയിപ്പോയല്ലോ, അത് നിങ്ങളുടെ മാത്രം കാര്യമല്ല, ഞാൻ എല്ലാവരുടെയും കാര്യം വെച്ച് പറയാണ്. അങ്ങനെ നമ്മൾ പരസ്പരം പറയാറുണ്ടോ, ഇതിനേക്കാളും ഭംഗിയുള്ളതും ധനമുള്ളതുമായിട്ടുള്ള ബന്ധം എനിക്ക് കിട്ടുമായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഭാര്യയെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒക്കെ പരസ്പരം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം വാക്കുകളൊക്കെ നമുക്ക് നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകും, നെഗറ്റീവ് ആക്കും. നമുക്കും നമ്മുടെ മനസ്സും നെഗറ്റീവ് ആകും, അതുപോലെ കേൾക്കുന്നവർക്കും അതുപോലെ ദോഷമായിട്ട് വരും. അപ്പോൾ അത് വീണ്ടും നമുക്ക് ദോഷങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം എത്രത്തോളം നല്ലത് പറയാൻ പറ്റുമോ, എത്രത്തോളം നന്മയിലൂടെ പോകാൻ പറ്റുമോ, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. മുന്നിലേക്ക് വന്നെത്തുന്ന ആളുകൾക്ക് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സഹായവും അവരുടെ ആ ഒരു സ്നേഹവും സഹകരണവും ഒക്കെ നമുക്ക് കൂടെ ഉണ്ടാകും. ഗോൾ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, ഗോളുകൾ എഴുതുക എന്നുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങളെല്ലാം നേടാൻ പറ്റും. ഒന്നും അസാധ്യമായിട്ട് ഇല്ല മനുഷ്യന്. പക്ഷെ നമ്മൾ സമീപിക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് അതിന്റെ ഇത് ഒരാളിന്റെ പോക്കറ്റിലിരിക്കുന്ന ധനം മാത്രം ഇങ്ങ് വരണമെന്ന് കരുതി ചിന്തിച്ചു കഴിഞ്ഞാൽ ധനം വരും, പക്ഷെ അതിനോടൊപ്പം കുറെ ദുരിതവും കൂടെ വരും. അവിടെയാണ് ചിന്തിക്കുക. നമ്മൾ ധനത്തിന് വേണ്ടി മാത്രം ചിന്തിച്ചാല് ധനത്തോടൊപ്പം നമുക്ക് കിട്ടുന്നത് അവരുടെ കുറെ ദുരിതവും കൂടെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പേറി നടക്കാനായിട്ട് പാടില്ല. ഒരു കണക്ക് വയ്ക്കണം. ഒരു സമയം, ഇപ്പൊ ഞാൻ പറഞ്ഞു അരമണിക്കൂർ സമയമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റുക, അത്രയും സമയം മാത്രമേ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പെർമിഷൻ ഉള്ളൂ. അപ്പൊ ആ അരമണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും പറ്റുന്നത് പറയുക. അപ്പൊ അതിലപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ
അനാവശ്യമായിട്ട് സമയം കൊടുക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ വരുന്നവർക്കായാലും ഒരു ലിമിറ്റഡ് ടൈം വെക്കുക, അതനുസരിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ നേടാനായിട്ട് അവസരം കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വളരെയധികം ശ്രദ്ധിച്ച് ആലോചിച്ച് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഐക്യത്തോടെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാം വിജയിക്കാൻ പറ്റും, എല്ലാം വിജയിപ്പിക്കാം നമുക്ക്. നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഒരു മനസ്സോടെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇറങ്ങി, അതാണ് ഏറ്റവും വലിയ നേട്ടം. ആ ഒരു നേട്ടം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ. ആളുകൾക്ക് ഐക്യം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നേടാൻ പറ്റും, ഒരു സംശയമില്ല.